നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് ഫെബ്രുവരി 5-ാം തീയതി റിലീസ് ചെയ്ത ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രത്തിന്റെ പേര് ആശാൻ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ദ്രൻസ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മമ്മൂക്ക ഇവരുടെ ഒരു പ്രൊമോഷന് വേണ്ടി എത്തുന്നതും ആ ഒരു പ്രൊമോഷനിൽ വെച്ചിട്ട് മമ്മൂക്ക ഇന്ദ്രൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ റീലുകളായിട്ടും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആശാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ സംവിധായകൻ ജോൺ പോൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 2016 ആദ്യമായിട്ട് സിനിമ ചെയ്തു തുടങ്ങിയത്. 2016 അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുള്ള ഗപ്പി എന്ന് പറയുന്ന ചിത്രം. ആ ഒരു കാലഘട്ടത്തിൽ ഗപ്പി എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ വമ്പെ പരാജയപ്പെട്ട ഒരു ചിത്രം കൂടിയായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു ചിത്രം ടി വിയിലും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ സി ഡിയിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ഒ ടി ടിക്ക് പകരം ആ കാലഘട്ടത്തിൽ സി ഡി റിലീസ് ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് ഓർമ്മയുണ്ട്, സി ഡി വാങ്ങി ഒട്ടും താല്പര്യമില്ലാതെ കണ്ടൊരു ചിത്രമാണ്. പക്ഷെ ഈ ഒരു സിനിമ ഞാൻ ആ കാലഘട്ടത്തിൽ സി ഡി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ടി വിയിൽ കാണുന്ന സമയത്ത് എന്നെ വല്ലാതെ ഫീൽ ചെയ്യിച്ച, എൻ്റെ കണ്ണ് നിറയിപ്പിച്ച, സിനിമയോട് ഒരുപാട് എന്താ പറയാ അടുത്ത് നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് സിനിമകളിൽ ഇടം പിടിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഗപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തട്ടിയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആ ഒരു സിനിമ തുറന്നു പറയുന്നത്. അങ്ങനെ അതിനുശേഷം ഇതേ സംവിധായകൻ 2019 നമ്മുടെ സൗബിൻ സാഹിറിനെ വെച്ചിട്ട് അമ്പിളി എന്ന് പറയുന്ന ഒരു സിനിമ കൂടെ ചെയ്തു. പറയാലോ, ആ സിനിമ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം വിജയിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. പല ആളുകളുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽപ്പെട്ട പാട്ടുകൾ ഈ ഒരു ചിത്രത്തിലുണ്ട്. വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയായിരുന്നു അമ്പിളി എന്ന് പറയുന്നത്. ഈ രണ്ട് ഘടകങ്ങളാണ് എന്നെ ആശാൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കാണാൻ, അത് ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ജോമോനും അതുപോലെ തന്നെ ഇന്ദ്രൻസും ആണ്. ജോമോൻ ഒരു എന്താ പറയാ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇന്ദ്രൻ സാട്ട് എന്ന് പറയുന്നത് ഈ ജോമോനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതായത് ജോമോന് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ജോമോനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇന്ദ്രൻ സേട്ടൻ ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുകയും ഈ ഇന്ദ്രൻ സേട്ടന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ചെറിയ ചെറിയ റീലുകളൊക്കെ എടുത്ത് സിനിമയിലൊക്കെ എങ്ങനെയെങ്കിലും കയറി പറ്റണം, അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു ബോണ്ടും അങ്ങനെ ഇവരിലൂടെ സഞ്ചരിക്കുന്നതുമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സിനിമയെ കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ പറയുന്നത് യഥാർത്ഥ സിനിമാ ജീവിതത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചും അങ്ങനെ അവിടുന്ന് ഉണ്ടാകുന്ന വേറൊരു സിനിമയെ കുറിച്ചാണ്. അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ചിത്രം കൂടെയാണ് ഈ ആശാൻ എന്ന് പറയുന്നത്. ഈ ഒരു ത്രെഡിലുള്ള സിനിമകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പത്മശ്രീ സരോജ് കുമാർ, അതുപോലെ തന്നെ ഉദയനാണ് താരം, ഹീറോ പൃഥ്വിരാജിന്റെ ഹീറോ ഒക്കെ പോലുള്ള സിനിമകൾ, ഹണിബി 2 എന്ന് പറയുന്ന ചിത്രം, അതിലൊക്കെ ഇങ്ങനെ സിനിമയ്ക്കുള്ളിലെ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സിനിമകളായിരുന്നു ഈ പറയുന്ന സിനിമകളെല്ലാം തന്നെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ആശാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കമൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിലെ സംവിധായകന്റെ മുൻപേ ഉള്ള സിനിമകളാണ് എന്നെ ഈ ഒരു ചിത്രത്തിലേക്ക് എന്താ പറയാ പ്രേരിപ്പിച്ചത്, ഈ ഒരു ചിത്രം കാണാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒട്ടും വർക്കായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ സിനിമയുടെ തിരക്കഥ സഞ്ചരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രേക്ഷകന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സാധാരണ ആയിട്ടുള്ള ഒരു പ്രേക്ഷകന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫാക്ടർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ഒരു സിനിമയ്ക്ക് വേണ്ട തിരക്കഥ അല്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ ഗംഭീരമായിട്ടൊക്കെ ഒരു ആവറേജ് രീതിയിലൊക്കെ ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയം തൊട്ട് അവസാനിക്കുന്ന സമയം വരെ സിനിമ എന്താണ് പറയുന്നതെന്നോ സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്നോ സിനിമ എങ്ങനെയാണ് പോകുന്നതെന്നോ കാണുന്ന പ്രേക്ഷകന് യാതൊരു എന്താ പറയുക ഒരു പിടിയും കിട്ടാത്ത രീതിയിലുള്ള ഒരു പോക്കാണ് സിനിമയുടേത്. സത്യം പറഞ്ഞാൽ ബോറടിച്ചു എന്ന് തന്നെ പറയാം. സത്യത്തിൽ ബോറടിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ കയ്യിൽ നിന്ന് പോയി അവരെന്തൊക്കെയോ സെന്റിമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം തൊട്ടേ സിനിമയോടും സിനിമയ്ക്ക് നമ്മളോടും നമുക്ക് സിനിമയോടും ഒരു ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിലുള്ള സെന്റിമെന്റ് സീനൊക്കെ നമുക്ക് വർക്കൗട്ട് ആവുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് ആശാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് പിന്നെയും എന്താ പറയാ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു ആവറേജ് ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ
സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് സിനിമേന്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ഒഴുക്ക് അവിടെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നീട് സിനിമ എന്തൊക്കെയോ ഒക്കെ ഒരു ഫീൽ ഗുഡിൽ എന്തൊക്കെയോ ഒക്കെ ചെയ്തു വെച്ചിട്ട് അങ്ങനെ അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വർക്കായില്ല എന്ന് തന്നെ പറയാം. പിന്നെ ആക്ടിങ്ങിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോമോനായി കഴിഞ്ഞാൽ ജോമോനെ നമുക്കറിയാം ഇതിനു മുമ്പ് വാഴ, അതുപോലെ കുറച്ച് എന്താ വ്യസന സമേത കുടുംബ ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമയിലൊക്കെ നല്ല രീതിയിൽ കോമഡി ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം പുള്ളിയുടെ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ വേറൊരു തരത്തിലുള്ള പുള്ളിന്റെ ആക്ടിങ് സ്കിൽസ് ഒക്കെ അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. രസകരമായിരുന്നു, പുള്ളിന്റെ ആക്ടിങ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ ഗംഭീരമാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പുള്ളിന്റെ കാര്യം ഓക്കെ ആയിരുന്നു. ബാക്കി അഭിനേതാക്കളൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മൊത്തത്തിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പലപ്പോഴും അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ അതിനകത്ത് പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാർ, ജാടയുള്ള സൂപ്പർ സ്റ്റാറുകൾ, സിനിമയിൽ താഴെക്കിടെയുള്ള ആളുകളെ വേർതിരിച്ച് കാണുന്ന രീതിയിലുള്ള ആളുകൾ, പിന്നെ സഹസംവിധായകരോട് മോശമായിട്ട് പെരുമാറുന്ന ആളുകൾ, ഇങ്ങനെ സിനിമേന്റെ എന്താ പറയാ ബേസിക്കായിട്ട് നമ്മളെല്ലാ സിനിമയിലും കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെ കോർത്തിണക്കി എന്തൊക്കെയൊക്കെ ചെയ്തു വെച്ചൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2026 മലയാള സിനിമ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മൾ കുറേ നല്ല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിലേക്ക് ഒന്ന് ചേർത്ത് വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തൊരു സിനിമയാണ്. പക്ഷെ ഓരോരുത്തരുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഒരു വട്ടെങ്കിലും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തുക. അടുത്ത ഒരു നല്ല സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.